ഹിജ്റ 737 വഫാത്തായി പോയ ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹുവിന്റെ കിതാബാണ് കിതാബുൽ മദ്ഖൽ. ആ കിതാബുൽ മദ്ഖലിന്റെ 1-ാം വാള്യം അതേ 253-ാമത്തെ പേജിൽ ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു അതാ രേഖപ്പെടുത്തുന്നു. എന്താ രേഖപ്പെടുത്തുന്നത് കേട്ടോളൂ. ഞങ്ങൾ അല്ലെങ്കിൽ ഇവിടെ തലേക്കെട്ട് കെട്ടിയ മൊയ്ലാക്കന്മാർ, ഉസ്താദുമാർ സാധാരണക്കാരായ ആളുകളെ പറ്റിക്കുകയാണോ? അല്ല കേരളത്തിലോ കർണാടകത്തിലെയോ ജീവിച്ച മൗലവി ഉസ്താദുമാർ ഉണ്ടാക്കിയതാണോ? നിങ്ങൾ നോക്കിക്കോ. ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു കേരളക്കാരനല്ല, സമസ്തക്കാരനല്ല, കർണാടകത്തിൽ ജീവിച്ച ഒരു മൊയ്ലാറല്ല. ആ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് കേട്ടോ. ഫമൻ തവസ്സല ബിഹി, ആരെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ തവസ്സുലാക്കിയാൽ, റസൂലുള്ളാഹി തങ്ങളെ മധ്യവർത്തിയാക്കിയാൽ, അവിസ്തഗാസ ബിഹി, അല്ല റസൂലുള്ളാഹി തങ്ങളെ ഇസ്തിഗാസ നടത്തിയാൽ, നബിയെ സഹായിക്കണേ എന്ന് റസൂലുള്ളാഹിനെ വിളിച്ചാൽ, ഔ ത്വലബ ഹവായിജഹു, അല്ല അവന്റെ വല്ല ആവശ്യം, നബിയെ എന്റെ രോഗം മാറ്റി തരണേ, എന്റെ കടം വീട്ടി തരണേ എന്നൊരാവശ്യം റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞാൽ, ഫലാ യുറദ്ദു വലാ യഖീബു, അവനൊരിക്കലും തള്ളപ്പെടൂല, അവന്റെ ആവശ്യങ്ങളെ തള്ളപ്പെടൂല, അതേ അവന് ഖായിബായി മടങ്ങൂല. കാരണം എന്ത്? ലിമാ ഷഹിദത്ത് ബിഹിൽ മുആയനതു, അതിന് ഒരുപാട് ദൃശ്യസാക്ഷികളായ തെളിവുകളുണ്ട്. അതേ ഒരുപാട് തെളിവുകളുണ്ട്. വൽ ആസാർ, ഒരുപാട് തെളിവുകളുണ്ട് കേട്ടോ. വയഹ്താജു ഇലൽ അദബിൽ കുല്ലി ഫീ സിയാറത്തി അലൈഹിസ്സലാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ മഹാനായ ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു അതേ അവിടുത്തെ ഗ്രന്ഥത്തിൽ പറയുന്നു, ഫത്തവസ്സുലു ബിഹി അലൈഹിസ്സലാത്തു വസ്സലാം, നബിനെ കൊണ്ട് തവസ്സുലാക്കുന്നത് ഹുവ മഹല്ലു ഹദ്ദി അഹ്മാനിൽ ഔസാരി വഅഖാലി ദുനൂബി വൽ ഖതായാ, അതേ ഒരു മുസ്ലിമിന്റെ കുറ്റങ്ങളെല്ലാം പുറത്തു കിട്ടുന്ന ഒരു കേന്ദ്രമാണ് കേട്ടോ. നബി തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് ആ റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്താൽ നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്തു കിട്ടും. ലിഅന്ന ബറകത ശഫാഅതിഹി, നബിയുടെ ശഫാഅത്തിന്റെ ബറകത്ത്, വഇളമഹ, അതിന്റെ വലിപ്പവും, ഇൻദ റബ്ബിഹി ലാ യതആലമുഹാ ദംബുൻ, അതിനോട് ഒരിക്കലും ഒരു മനുഷ്യൻ ചെയ്ത കുറ്റം കടപിടിക്കൂല. അല്ലാഹുവിന്റെ റസൂലിനുള്ള സ്ഥാനത്തിനേക്കാളും വലുതല്ല ഒരു മനുഷ്യന്റെ കുറ്റം. എന്നിട്ട് ഇമാം ഇബ്നുൽ ഹാജ് തങ്ങൾ പറയുന്നു, വമൻ യതഖദ ഖിലാഫ ഹാദാ, ആരെങ്കിലും ഇതിനെതിരായി വല്ലവനും വിശ്വസിക്കുന്നെങ്കിൽ, അഥവാ റസൂലുള്ളാഹിനെ വിളിച്ചാൽ മുശ്രിക്കാകും, ബദരീങ്ങളെ വിളിച്ചാൽ മുശ്രിക്കാകും, മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ മുശ്രിക്കാകും, ഈ നിലക്കൊരുത്തൻ വിശ്വസിക്കുന്നു എങ്കിൽ, അഥവാ സലഫി വിശ്വസിക്കുന്നത് പോലെ ഒരുത്തൻ വിശ്വസിക്കുന്നെങ്കിൽ കേട്ടോ, ഇമാം ഇബ്നുൽ ഹാജ് തങ്ങൾ പറയുന്നു, ഫഹുവൽ മഹറൂം, അവൻ അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് തടയപ്പെട്ട ലക്ഷണം കെട്ടവനാണ് കേട്ടോ. റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ല, ബദരീങ്ങളെ വിളിക്കാൻ പാടില്ല, മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ല. വിളിച്ചാൽ മുശ്രിക്കാകുമെന്ന് വിശ്വസിക്കുന്നവൻ അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് തടയപ്പെട്ടവനാണ് കേട്ടോ. ആരാ പറയുന്നത്? ഞങ്ങളല്ല കേട്ടോ, ഇമാമിങ്ങളാ പറയുന്നത്. അവിടുത്തെ ഇമാം ഇബ്നുൽ ഹാജ് തങ്ങളുടെ കിതാബുൽ മദ്ഖലിലാണ് ഇതൊക്കെ ഉദ്ധരിക്കുന്നത്.